ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു ബോമ ഫ്രഷ്. ഏകദേശം 500 വർഷങ്ങൾക്ക് മുൻപ് സമുദ്രമാർഗം ഇന്ത്യയിലേക്ക് എത്തിച്ചേർന്ന പോർച്ചുഗീസുകാരുടെ സംഭാവനയിലൊന്നാണ് പോർക്ക് വിന്താലു. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് പോർക്ക് വിന്താലു ഡ്രൈ റോസ്റ്റ് ആണ്. അപ്പോൾ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. ഇതിനായിട്ട് കഴുകി വൃത്തിയാക്കിയ നെയ്യോട് കൂടിയിട്ടുള്ള 1 കിലോ പോർക്കാണ് വേണ്ടത്. ഇതൊരു 5 ഉണക്കമുളകും ഒപ്പം ദഹനത്തിന് വേണ്ടി 4-5 ചെറിയ പീസ് മുരിങ്ങാത്തൊലി കനം കുറച്ച് ചെത്തിയെടുത്തതും കൂടി ചൂടുവെള്ളത്തിലിട്ട് കുതിരാനായി മാറ്റിവെച്ചതാണ്. മുരിങ്ങാത്തൊലി ഓപ്ഷനാണ്, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. വിന്താലുവിൻ്റെ കീ ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് അതിൽ ചേർക്കുന്ന വിനാഗിരിയാണ്. വിനാഗിരി 4 ടേബിൾ സ്പൂണാണ് വേണ്ടത്. 1 കുടം വെളുത്തുള്ളിയും 1.5 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി തൊലി കളഞ്ഞതും 6 തണ്ട് കറിവേപ്പിലയുമാണ് ഇതിന് വേണ്ടത്. പൊടികളായി ഇതിലേക്ക് ചേർക്കുന്നത് 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1.25 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയുമാണ്. അരച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മുഴുവൻ മസാലയാണിത്. 1.25 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം, 5 ഏലക്ക, 2 ഗ്രാമ്പൂ, 1 ടീസ്പൂൺ കടുക്, 4 ചെറിയ പീസ് പട്ട, 2 ടീസ്പൂൺ കുരുമുളക്. ആദ്യം ഒരു പാനിൽ മുഴുവൻ മസാലകളെല്ലാം ഇട്ട് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുക. ഇത് ചൂടാറി കഴിയുമ്പോൾ ഒരു മിക്സിയുടെ ജാറിലിട്ട് കൊടുത്ത് കൂടെ ഇഞ്ചി, വെളുത്തുള്ളി, കുതിർന്ന വറ്റൽമുളകും മുരിങ്ങാത്തൊലിയും വെള്ളം മാറ്റിയ ശേഷം ചേർത്ത് കൊടുക്കുക. അതിനൊപ്പം തന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, വിനാഗിരി, 2.5 ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ചേർത്ത് നന്നായി അരച്ചെടുക്കുക. ഇനി കൈ നന്നായി വൃത്തിയാക്കിയ ശേഷം ഈ അരപ്പ് മിക്സി കഴുകിയ അല്പം വെള്ളവും കറിവേപ്പിലയും പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് പോർക്കിൽ തിരുമ്മി പിടിപ്പിക്കുക. ചുരുങ്ങിയത് 1 മണിക്കൂറെങ്കിലും മാരിനേറ്റ് ചെയ്ത് ഇത് ഫ്രിഡ്ജിൽ വെക്കുക. 1 മണിക്കൂറിന് ശേഷം മാരിനേറ്റ് ചെയ്തിട്ടുള്ള പോർക്ക് ഒരു പ്രഷർ കുക്കറിലേക്ക് മാറ്റുക. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും 1/4 ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്ത് മിക്സ് ചെയ്യുക. ഇനി കുക്കർ അടച്ച് ഇതിനെ നന്നായി ഒന്ന് വേവിച്ചെടുക്കുക. പോർക്കിൻ്റെ മൂപ്പ് അനുസരിച്ച് വേണം ഇത് വേവിക്കേണ്ടത്. മൂപ്പ് കൂടുതലുള്ള പോർക്കാണെങ്കിൽ മാക്സിമം 7 മുതൽ 8 വിസിൽ വരെ ആകാവുന്നതാണ്. ഇനി ഡ്രൈ റോസ്റ്റ് ചെയ്യുന്നതിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമാണെന്ന് നോക്കാം. 2 വലിയ സവാള നീളത്തിലരിഞ്ഞത്, 1 ടേബിൾ സ്പൂൺ വിനാഗിരി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്രയുമാണ് ഡ്രൈ റോസ്റ്റിന് വേണ്ടത്. ഒരു പാനിൽ 2 ടേബിൾ സ്പൂൺ എണ്ണയൊഴിച്ച് ചൂടാകുമ്പോൾ ഇതിലേക്ക് സവാള ചേർത്ത് ഒരു ഗോൾഡൻ ബ്രൗൺ കളറിലേക്ക് ആക്കുക. ഈ സമയം മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി ചേർത്ത് അതിൻ്റെ പച്ച ചുവന്ന് മാറ്റിയെടുക്കുക. ശേഷം വേവിച്ച് വെച്ചിട്ടുള്ള പോർക്കും 2-3 തണ്ട് കറിവേപ്പിലയും പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായി വരട്ടിയെടുക്കുക. അപ്പോൾ നമ്മുടെ പോർക്ക് വിന്താലു ഡ്രൈ റോസ്റ്റ് ഇവിടെ റെഡിയാണ്. ഇത് ഉണ്ടാക്കി അപ്പോൾ തന്നെ കഴിക്കുന്നതിലും ടേസ്റ്റ് ഒരു അരമണിക്കൂറെങ്കിലും കഴിഞ്ഞ് ഉപയോഗിക്കുന്നതാണ് കേട്ടോ. ഇത് നല്ല ചൂടൻ ചോറിൻ്റെ ഒപ്പം അല്ലെങ്കിൽ പുട്ട്, അപ്പം പോലുള്ള ഐറ്റംസിൻ്റെ ഒപ്പം നല്ല കിടിലൻ കോമ്പിനേഷനാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കുക. ഒപ്പം ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കൂടെ ചെയ്തൊന്ന് സപ്പോർട്ട് കൂടി ചെയ്യണേ. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.